ജീപ്പ് എന്തേ ജോസൂട്ടി? ജീപ്പോ? ജീപ്പേ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴേ ഷാജി ഓട്ടോയും കൊണ്ട് വന്നേ. പിന്നെ അതേക്ക് ഇറങ്ങി പോന്നു. ഡീസലിനൊക്കെ ഇപ്പൊ എന്നാ വിലയാടി? ഈയിടെയായിട്ട് ഭയങ്കര സൂക്ഷ്മതയാണല്ലോ കാശ് ചെലവാക്കുന്ന കാര്യത്തില്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു പെങ്കൊച്ച വളർന്നു വരുന്നേ. ഇനി നാളെ ഉണ്ടാവുന്ന പെങ്കൊച്ചങ്ങളാണെങ്കിലോ? മതി മതി, ചോറുണ്ട്. അമ്മച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ? ക്രിസ്റ്റു ആണല്ലോ. ജോസൂട്ടി, ഇവനെ ഒന്ന് വഴക്ക് പറഞ്ഞേ. രാവിലെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞോണ്ട് പോയതാ ചെറുക്കൻ. ഹലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ. ഹലോ, ഞാൻ എന്തോ കോളേജിൽ പോയി. ചാച്ചൻ എവിടെയാ? ഞാൻ വീട്ടില്. ചാച്ച ഒരു പ്രശ്നമുണ്ട് ചാച്ച. അമ്മച്ചി അടുത്തുണ്ടോ? എന്നാടാ ചാച്ച? കേക്കാടാ, പറഞ്ഞു. ചാച്ച, എന്നടാ കാര്യം? ചാച്ച, നിമ്മി ഒളിച്ചോടി. ഒളിച്ചോടിന്നു? എന്നാടാ ഈ പറയുന്നേ? ആരുടെ കൂടെ? അത് എന്റെ കൂടെ. കൂടെ? അയ്യോ, എന്റെ കൂടെ അല്ല, ഗുപ്തന്റെ കൂടെ. ഗുപ്തനോ? ആരാടാ ഗുപ്തൻ? തെളിച്ചു പറ. എനിക്കറിയത്തില്ല ചാച്ച. ഇൻസ്റ്റയിലെ ഏതോ ഫ്രണ്ടാന്നാ പറഞ്ഞേ. ചാച്ച, ഞാൻ പറഞ്ഞത് കേക്കണ്ടേ? താണ്ടെ കേറി പോന്നു. നിമ്മി, എടാ, എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളോ? വാഗമണ്ണ്. ജീപ്പും കൊണ്ട് നീ അങ്ങോട്ടാണോ പോയത്? ഇനിയും ഗുപ്തൻ വന്നില്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറഞ്ഞ് ഇതാ കയറി പോയിട്ടുണ്ട്. നിമ്മി പോടാ പട്ടി, എനിക്ക് നീ ജീവിക്കണ്ട. ഒന്ന് നിക്ക് നിമ്മി. ചാച്ച അവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ചാച്ച. നിമ്മി, ചാച്ചനൊന്ന് വരാവോ? ഇനിയും വന്നില്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. ചാച്ചനൊന്ന് വേഗം വരുന്നുണ്ടോ? നീ എന്തെങ്കിലും പറഞ്ഞ അവളെ ഒന്ന് തിരിച്ചു വിളിച്ചേർക്ക്. ഞാനിങ്ങോട്ട് വരാം. ശരി. നിമ്മി പാട്ടൊന്ന് നിർത്തിക്ക്, എന്നിട്ടൊന്ന് വേഗം പോയിക്കേ. എന്നാ ജോസുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്ലാൻ? എടാ, വാഗമണിലേക്കായിരുന്നെങ്കിൽ അവരെ കൂടി വിളിക്കായിരുന്നു. എന്ത് വിളിക്കായിരുന്നു? ഇത് എങ്ങോട്ട് എന്തിനു പോകുന്ന വിചാരിച്ചേ? എടാ, നീ എന്നത്തിന് എന്നോട് ചൂടാവുന്ന? ഷൈന് കുറച്ച് നാളായിട്ട് പറയുന്നു കല്യാണത്തിന് മുമ്പ് അവളെ വാഗമണിലൊന്നും കൊണ്ടുപോകണം. എടാ ക്ലാപ്പ, ക്രിസ്റ്റോ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി. ആരുടെ ഒപ്പം? നിമ്മി, CA ജോർജ് സാറിന്റെ മോളുടെ കൂടെ. അവനല്ല അവളുടെ കൂടെ ഒളിച്ചോടി, അവൾ അവന്റെ കൂടെ ഒളിച്ചോടി. പക്ഷെ അവര് രണ്ടുപേരും ഏതോ ഗുപ്തന്റെ കൂടെ ഒളിച്ചോടി എന്നാണ് പറഞ്ഞത്. എടാ, നീ എന്നാ ഈ പറയുന്നത്? ഗുപ്തനോ? എനിക്കും അറിയില്ല. ഏതാ ഗുപ്തൻ? നിനക്കറിയാമോ? ഇനി മറ്റേ ഗുപ്തനാണോ? ഏത്? ഈ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തൻ. എടാ, എന്നാലും ഏതാ ഈ ഗുപ്തൻ? ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ. നിനക്കിപ്പോ എങ്ങോട്ടാ പോണ്ടേ? വാഗമണോ? എന്റെ പൊന്നെ, പോയേക്കാം, വാ. കണ്ടോ, ഇതെല്ലാം ഓരോ ഗുപ്തന്മാരാ.
എന്നെ വിളിക്കുമ്പോൾ അവന് നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എത്ര കൂളായിട്ടായിരിക്കുന്നതെന്ന്. നിമ്മിയുടെ കാര്യം പറയാൻ അവൻ ആദ്യം വിളിക്കുന്നത് എന്നെയാണ്. അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ സിസ്ലിയെ വിളിക്കും. അവനറിയാം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ ചാച്ചനും അമ്മയും അത് പരിഹരിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റോ ഇപ്പോഴത്തെ പിള്ളേരെ കൂട്ട് തന്നെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവനും ഉണ്ട്. പക്ഷെ അതിലൊന്നും അവൻ അഡിക്റ്റഡ് അല്ല. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് താല്പര്യങ്ങൾ. പക്ഷെ അന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. വീട്ടിലറിയുമോ, അവരറിഞ്ഞ എന്ത് വിചാരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന പേരൻസാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ടും നിമ്മി എന്താ അവരോട് കാര്യം പറഞ്ഞേ? പപ്പയോടും മമ്മിയോടും. അതന്നെ മമ്മിയോടെങ്കിലും പറയാഞ്ഞേ? സാരമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത ചേട്ടൻ പാപ്പച്ചായനും കുടുംബവും ഞങ്ങളെല്ലാവരും മലബാറിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരെന്ന് ഇരിട്ടിയിൽ സെറ്റിൽഡാ. അവിടെ സ്ഥലം വാങ്ങാൻ ചാച്ചനോട് ചോദിച്ചപ്പോൾ ചാച്ചൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അവിടെ തന്നെ സ്ഥലം വാങ്ങി വീടും വെച്ച് പാല് കാച്ചും കഴിഞ്ഞ് തറവാട്ടിലോട്ട് വരുന്ന വഴിയായിരുന്നു. അന്ന് ഇവൻ 5 വയസ്സാണ്. ഞാനവന് പേരിട്ട് ക്രിസ്റ്റോ എന്ന്. പിന്നെ അവൻ്റെ താഴെ ക്രിസ്റ്റഫറും ക്രിസ്റ്റീനയും. എല്ലാവരും ചോദിക്കും ഒരേപോലത്തെ പേരുകളാണല്ലോടാ. ഇതൊക്കെ ഇടാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പനും അമ്മയും പോയ വിഷമം ഞങ്ങൾ അവനെ അറിയിച്ചിട്ടേ ഇല്ല. അതൊക്കെ പിന്നെ എല്ലാവരും മറന്നുപോയി. എത്ര എത്ര അപകടങ്ങളാ ആരോർക്കാൻ. സാരൻ ടീച്ചർ ഈ നാട്ടിൽ പുതിയതായതുകൊണ്ടാണ് ഇതൊന്നും അറിയായിരുന്നേ. നിമ്മി മോളെ, മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ സാഹചര്യങ്ങളുണ്ടാവും. പുറത്തുള്ള ആരെക്കാളും നിന്നെ നന്നായി അറിയാവുന്ന നിന്റെ അപ്പനും അമ്മയോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നല്ലേ നിനക്ക് ഏറ്റവും സേഫ് അല്ലേ? ഇപ്പം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി മുതൽ നിനക്ക് ഞങ്ങളോട് എന്തും പറയാം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, കേട്ടോ? ശരി സാർ. ശരി ഹോസ്റ്റൽ. ബാക്കി കളി വീട്ടിൽ പോയി കാണാം. അമ്മച്ചി അവിടെ നോക്കിയിരിക്കും. വാ. ആ നിമ്മി, നാളെ കൊയർ പ്രാക്ടീസിന് വരാൻ മറക്കല്ലേ? ശരി എന്നാ.